നമസ്കാരം. കേരളത്തിൽ വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്കും രാഷ്ട്രീയ തർക്കങ്ങൾക്കും വഴിവെച്ച തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി യു.ഡി.എഫ് സർക്കാർ ഔദ്യോഗികമായി പൂർണ്ണമായി ഉപേക്ഷിച്ചതോടെ സ്വാഭാവികമായി ഒരു ബദൽ പദ്ധതി ചർച്ചകൾ നടക്കുകയാണ്. സിൽവർ ലൈന് പകരമായി വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള അത്യാധുനിക ട്രെയിനുകൾക്കും ചരക്ക് തീവണ്ടികൾക്കും ഒരേപോലെ സഞ്ചരിക്കാവുന്ന തരത്തിലുള്ള പുതിയ ബ്രോഡ്ഗേജ് അതിവേഗ റെയിൽ ഇടനാഴി നടപ്പാക്കാനാണ് വി.ഡി. സതീശൻ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനുവേണ്ടി മെട്രോമാൻ ഇ ശ്രീധരന്റെ നേരിട്ടുള്ള സഹായം തേടിയ ശേഷമായിരിക്കും സംസ്ഥാന സർക്കാർ റെയിൽവേ മന്ത്രാലയത്തെ സമീപിക്കുക. അതിവേഗ പാതയ്ക്കായി സംസ്ഥാനത്ത് പുതിയൊരു സാധ്യതാ പഠനം ഉടൻ നടത്തുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയ സാഹചര്യത്തിൽ 11 ജില്ലകളിലായി സ്ഥാപിച്ചിരുന്ന 8000-ഓളം വരുന്ന വിവാദ മഞ്ഞക്കുറ്റികൾ എത്രയും വേഗം പിഴുതു മാറ്റാൻ റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ ഉത്തരവിട്ടു. ഏകദേശം 1.62 കോടി രൂപ ചെലവഴിച്ചായിരുന്നു മുൻ സർക്കാർ ഈ കുറ്റികൾ സ്ഥാപിച്ചിരുന്നത്. ഇവ പിഴുതുമാറ്റി വില്ലേജ് ഓഫീസർമാർ സൂക്ഷിക്കണമെന്നും മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നും പരിശോധിക്കാൻ ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിക്കുമെന്നും മന്ത്രി അറിയിച്ചു. സിൽവർ ലൈൻ ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം റദ്ദാക്കിയ വിവരം ഭൂ ഉടമകളെ ഔദ്യോഗികമായി അറിയിക്കുമെന്നും അവരുടെ ഭൂമി പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ വിട്ടു നൽകുമെന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. റെയിൽവേ ശൃംഖലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത സ്റ്റാൻഡേർഡ് ഗേജിൽ ആയിരുന്നു മുൻ ഇടത് സർക്കാർ സിൽവർ ലൈൻ വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ ഇന്ത്യൻ റെയിൽവേയുടെ നയങ്ങൾക്ക് അനുസൃതമായി ഇത് ബ്രോഡ്ഗേജിൽ ആക്കണമെന്ന് കേന്ദ്ര നിർദ്ദേശം മുൻ സർക്കാർ തള്ളുകയായിരുന്നു. ഇതാണ് പദ്ധതിക്ക് അനുമതി നിഷേധിക്കപ്പെടാൻ പ്രധാന കാരണമായത്. ഈ സാഹചര്യത്തിലാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ നയങ്ങൾക്ക് അനുസൃതമായി പുതിയ പദ്ധതിക്ക് യു.ഡി.എഫ് സർക്കാർ രൂപം നൽകുന്നത്. പുതിയ ബ്രോഡ്ഗേജ് പാത യാഥാർത്ഥ്യമായാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 580 കിലോമീറ്റർ ദൂരം വെറും 4.5 മണിക്കൂർ കൊണ്ട് പിന്നിടാനാകും. സിൽവർ ലൈൻ പ്രഖ്യാപിച്ചിരുന്ന 200 കിലോമീറ്റർ വേഗത ബ്രോഡ്ഗേജിൽ ലഭ്യമാകില്ല എങ്കിലും ഇതിന്റെ പരമാവധി വേഗതയായി 160 കിലോമീറ്റർ ട്രെയിനുകൾ ഓടിക്കാനാകും. ഇതിനായി വളവുകൾ പരമാവധി കുറച്ചുള്ള അത്യാധുനിക പാതയ്ക്കാണ് ശ്രമം. ജനങ്ങൾക്ക് യാതൊരുവിധ ദുരിതവും ഉണ്ടാക്കാത്ത രീതിയിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഭൂമി ഏറ്റെടുത്ത് പൂർണ്ണമായും തൂണുകളിന്മേലുള്ള ഉയരപാതയായിരിക്കും ഇത് നിർമ്മിക്കുക. കേരളത്തിലെ സങ്കീർണമായ ഭൂപ്രകൃതിയിൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ കുറയ്ക്കാനും പ്രളയ സാധ്യത ഒഴിവാക്കാനും തൂണുകളിലെ പാതയ്ക്കാണ് അനുയോജ്യം. അതായത് ഇവയാണ് എപ്പോഴും അനുയോജ്യമാകുന്നത്. നിലവിലെ റെയിൽവേ പാതയുമായി ഓരോ 50 കിലോമീറ്ററിലും കണക്ഷൻ നൽകിക്കൊണ്ടായിരിക്കും ഈ അതിവേഗ ഇടനാഴി വരിക. ഇത് സാധാരണ യാത്രക്കാർക്ക് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ചരക്കു നീക്കത്തിനായുള്ള റോറോ സംവിധാനം കൂടി ഈ പാതയിൽ വരുന്നതോടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നുള്ള അതിവേഗ ചരക്കു നീക്കത്തിന് ഇത് വലിയ ഊർജം നൽകും. നിലവിൽ അഹമ്മദാബാദിൽ ഇത്തരത്തിലുള്ള സെമി ഹൈസ്പീഡ് ബ്രോഡ്ഗേജ് പാത വിജയകരമായി നടപ്പാക്കിയിട്ടുണ്ട്. അതേസമയം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് സിൽവർ ലൈനിന് ബദലായി കേന്ദ്ര നഗര വികസന മന്ത്രാലയത്തിന് മുന്നിൽ സമർപ്പിച്ച റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം പദ്ധതിയിലും സംസ്ഥാന സർക്കാരിന്റെ നിലപാട് നിർണായകമാകും. തൂണുകളിലൂടെയും തുരങ്കങ്ങളിലൂടെയും മെട്രോ റെയിലിന് സമാനമായ സർവീസ് നടത്തുന്ന ഈ പദ്ധതിക്ക് റെയിൽവേ മന്ത്രാലയത്തിന്റെ പ്രത്യേക അനുമതി ആവശ്യമില്ലാത്തതിനാൽ വേഗത്തിൽ അനുമതി ലഭിക്കും. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം അതിവേഗ റെയിൽ പദ്ധതികളുമായി ബഹുദൂരം മുന്നോട്ട് പോയപ്പോൾ കേരളം 8 വർഷമായി ആശയക്കുഴപ്പത്തിലായിരുന്നു. വൈകുന്തോറും പദ്ധതി ചെലവ് കുതിച്ചുയരും എന്നതിനാൽ മെട്രോ ഇ ശ്രീധരന്റെ മേൽനോട്ടത്തിൽ തിരുവനന്തപുരം കണ്ണൂർ ഹൈസ്പീഡ് റെയിൽവേ പദ്ധതിയുടെ പുതിയ സാധ്യതാ പഠനം യു.ഡി.എഫ് സർക്കാർ യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ.